ആചാര സംരക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ UDF നേതൃത്വം ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഞങ്ങൾ വലിയ വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസികളുടെ കൂട്ടം ഇന്നലെ പോയിട്ട് അയ്യപ്പ ഭക്തന്റെ മാല വലിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഒരു വ്രതത്തിലായിരുന്ന, ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരുന്ന ഒരു മനുഷ്യന്റെ മാല വലിച്ചു പൊട്ടിച്ച് ആചാരം സംരക്ഷിച്ചിട്ടുണ്ട്. ആർക്കും ഒരു അനക്കവുമില്ലല്ലോ, ആർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ. എവിടെയായിരുന്നു അത് സംഭവിച്ചത്? അതിലെന്തെങ്കിലും പ്രതിഷേധമോ മറ്റോ ഉയർന്നുണ്ടോ? തീർച്ചയായും വളരെ വലിയൊരു പ്രതിഷേധം ആ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഇത് കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. കൊടുവള്ളി വാവാട് സെൻട്രൽ വെച്ചാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ഈ സംഭവം നടക്കുന്നത്. അതിങ്ങനെയാണ്. UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്നു. അങ്ങനെ ഒരു കാര്യം കൂടി പറയണം, ഈ പ്രദേശം, അതായത് ഇന്നലെ ഈ സംഭവം നടന്ന ഈ പ്രദേശത്ത് ജയിച്ചത് LDF ആണ്. ബോധപൂർവമായി LDF പ്രവർത്തകരെ ഇളക്കി വിടാൻ വേണ്ടി സമീപ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരും മറ്റ് UDF പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് അവരുടെ വിജയ ആഹ്ലാദ പ്രകടനം ഇങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. സ്വാഭാവികമായും LDF പ്രവർത്തകരെ ഇളക്കി വിട്ട് അവിടെ പ്രദേശത്ത് ഒരു പേരാമ്പ്ര മോഡലിൽ ഒരു സംഘർഷം ഉണ്ടാക്കുവാനായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആലോചന. പക്ഷെ അത് നടന്നില്ല. അത് LDF വളരെ ശക്തമായി, സമർത്ഥമായി തന്നെ അതിന് തരണം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഒരു ബോധപൂർവമായി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ സമീപത്ത് അവിടെ ബൈക്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമായിരുന്ന ഒരു അയ്യപ്പ ഭക്തൻ, മാലയിട്ട വ്യക്തി കൂടിയാണ്. ആ അയ്യപ്പ ഭക്തനെ തടഞ്ഞു നിർത്തുകയും അദ്ദേഹത്തെ അസഭ്യം പറയുകയും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ശബരിമലയ്ക്ക് പോകാൻ ഉള്ള ആ മാല വലിച്ചു പൊട്ടിക്കുന്ന കാഴ്ചയും ആണ് നമ്മൾ ഇന്നലെ കാണുന്നത്. പ്രധാനമായും 3 മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഇങ്ങനെ ചെയ്തത്. കണിയാർക്കൽ മുഹമ്മദ് അലി, നൌഷാദ്, വെള്ളറക്കുന്നുമേൽ അബ്ദുൾ അസീസ് തുടങ്ങിയ 3 ലീഗ് പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു നീചമായ പ്രവർത്തനം ചെയ്തത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആചാര സംരക്ഷണത്തിന് മുറവിളി കൂട്ടുന്നവർ ആണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഗൗരവകരമായ ഒരു കുറ്റം ചെയ്തത് എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ സംഭവത്തിൽ KK ഷിബിൽ എന്ന വ്യക്തിക്കാണ് പരിക്കേറ്റത്. അയാളെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കൈക്കും നെഞ്ചിനും അതുപോലെ തന്നെ തലക്കും പട്ടിക കൊണ്ട് തലക്കടിച്ചു എന്നാണ് അദ്ദേഹം നമ്മളോട് ഇന്നലെ വ്യക്തമാക്കിയത്. താമരശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സക്ക് വിധേയമാക്കി. കൂടുതൽ വിദഗ്ധ ചികിത്സക്കായി ഒരുപക്ഷെ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റിയേക്കാം. ഏതായാലും തലക്കേറ്റ പരിക്ക് അല്പം സാരമുള്ളതാണെന്നാണ് ഷിബിൽ ഇന്നലെ നമ്മളോട് പറഞ്ഞിരുന്നത്. ഏതായാലും ഈ 2 വിഷയത്തിലും ഈ ജില്ലയിലും അതുപോലെ തന്നെ പ്രദേശത്തും UDF-നെതിരെ ജനകീയ വികാരം അതിശക്തമായി തുടരുകയാണ് മനു.